സാധാരണ കബാബ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ്, ടെൻഷൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള ചേരുവകൾ വെച്ച്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു കബാബിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. 1/2 കിലോ ചിക്കൻ മിക്സ് ചെയ്തത്, പിന്നെ അരമുറി തേങ്ങ, ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, അത് രണ്ടും കൂടെ കൂട്ടി അതെല്ലാം മിക്സ് ചെയ്തിട്ട് ക്രഷ് ചെയ്തതാണ് ഈ കോക്കനട്ട്. പിന്നെ 1 ഗ്ലാസ് പരിപ്പ്, കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് ക്രഷ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് നമുക്കിപ്പോൾ കബാബിൻ്റെ മെയിൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ടൊമാറ്റോ, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം ക്രഷ് ചെയ്ത് വെച്ചതാണ്. ദാറ്റ് 2 കോഴിമുട്ട. പിന്നെ ഇതിലുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി. കാരണം ജീരകം ആണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാലപ്പൊടി വേണം എന്നുള്ളവർക്കാണെങ്കിൽ അത് ചേർക്കാം, അത് ഓപ്ഷനാണ്, ചിലർ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ഈ ചേരുവകൾ കൊണ്ട് ഇന്നത്തെ കബാബ് എങ്ങനെ ആണ് എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കബാബിൻ്റെ ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് നമുക്കിപ്പോൾ റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ എടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ എടുത്തിട്ട് 2 പ്രസ് ചെയ്യുമ്പോഴേക്ക് ആ ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കാൻ പറ്റില്ല. അത് വളരെ സിമ്പിളിട്ട്, വളരെ ലോയിലിട്ട് വേവിച്ചിട്ട് നന്നായി മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ. തിരിച്ചിടാനും മറിച്ചിടാനും. നമ്മുടെ കബാബ് നന്നായി മുരിഞ്ഞു, നല്ല ഫ്രഷ് മണം വരുന്നുണ്ട്, നല്ല കബാബി സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കത് വാങ്ങി വയ്ക്കാം. സാധാരണ ഇത് സ്ക്യൂറിൽ വെച്ചിട്ട് എണ്ണയിലോട്ട് ഇടാം, പക്ഷെ അതൊക്കെ ഇനി റിസ്ക് അല്ല. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരുത്തി സ്റ്റഫ് ചെയ്തിട്ടിട്ടാൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ടൊന്ന് വിടുക, അപ്പോഴേക്കും ആ ഒരു ഷേപ്പ് കിട്ടും നമുക്ക്. ഇത് കാണും, ഈ ഒരു നല്ല ഷേപ്പ് നമുക്ക് കിട്ടും. നമ്മളിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഈസി കബാബ് ഞാൻ ഷെയർ ചെയ്തു നിങ്ങൾക്ക്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു വിഭവമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പലരും എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഹസ്ബൻഡ് ലീഗൽ ഒപ്പീനിയൻ പറഞ്ഞു കൊടുക്കുമോ, ഹസ്ബൻഡ് കൗൺസിലിംഗ് നടത്തുമോ, എങ്ങനെയാണ് സാറ്
എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ഹസ്ബൻഡ് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തു എങ്കിലും ഇപ്പോഴും ഹൈക്കോടതിയുടെ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പാനൽ ജഡ്ജാണ്. പിന്നെ അദാലത്തിൻ്റെ ഹരിപ്പാട്, മാവേലിക്കര കോടതി, ആലപ്പി ഡിസ്ട്രിക്റ്റ്, അങ്ങനെ പലയിടത്തും അദാലത്തുകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് കോണ്ടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.